മക്കളെ ഹൈഡ്രോ കാർബൺ തന്നെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അതിന്റെ IUPAC നെയിം എഴുതണം, സിസും ട്രാൻസ് എഴുതണം. ഒന്നാമത്തെ കോമ്പൗണ്ട് ഇതാണ്, ഒന്നാമത്തെ കോമ്പൗണ്ട്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഈ കാർബണിൽ രണ്ട് കാർബൺ ആണ്, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്. രണ്ട് കാർബണിൽ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, രണ്ട് ക്ലോറിനും ഉണ്ട്. രണ്ട് ഹൈഡ്രജൻ ഒരേ സൈഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിസ് ഐസോമർ. ഇനി രണ്ട് ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡ് എഴുതിയാലോ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഐസോമർ. രണ്ട് ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡ് എഴുതിയാൽ അത് നമുക്ക് ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കാം. ട്രാൻസ് ഐസോമർ, ഒന്ന് സിസ് ഐസോമർ, മറ്റേത് ട്രാൻസ് ഐസോമർ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നെക്സ്റ്റ് നോക്കുക, അടുത്ത കോമ്പൗണ്ട് അവർ തന്നിട്ടുണ്ട്, സി ഡബിൾ ബോണ്ട് സി ആണ്. ഇവിടെ ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ എനിക്ക് CH2CH3 CH2CH3 ഇതാണ് ഈഥൈൽ. ഇത് CH2CH3 ഈഥൈൽ. ഇവിടെ മീഥൈൽ, ഇവിടെ മീഥൈൽ. ഇത് സിസ് ഐസോമർ ആണ്. രണ്ട് മീഥൈലും ഒരേ സൈഡില്ല സിസ് ഐസോമറും, രണ്ട് മീഥൈൽ ഓപ്പോസിറ്റ് സൈഡ് എഴുതിയാലോ ട്രാൻസ് ഐസോമർ. ഇവിടെ സി ഡബിൾ ബോണ്ട് സി, ഇവിടെയും മീഥൈൽ എഴുതുക, ഇവിടെയും മീഥൈൽ എഴുതുക. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഇവിടെ ഈഥൈൽ C2H5. ഇത് ഞാൻ ഷോർട്ട് ആക്കി, അതായത് ഇവിടെ CH2CH3 C2H5 ഏരിയ എന്ന് മാത്രം. ഇവിടെ C2H5. ഇതിന്റെ IUPAC നെയിം വരിക 1 2 3 4 5 6. 3,4 ഡൈമീഥൈൽ. 3ലും മീഥൈൽ, 4ലും മീഥൈൽ. 3,4 ഡൈമീഥൈൽ ഹെക്സ് 3ene. ഓക്കെ, ഇതിന്റെ IUPAC നെയിം വരിക 1 2 ഡൈക്ലോറോ എത്തീൻ ആണ്. 1 2 ഡൈക്ലോറോ എത്തീൻ.